ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് അമ്മിണി കൊഴുക്കട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് 3 തരത്തിൽ 3 രുചിയിൽ എങ്ങനെ അമ്മിണി കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇത് നല്ല സോഫ്റ്റും ആണ്, നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിനും പത്തിരിപ്പൊടിക്കൊക്കെ എടുക്കുന്ന മാവാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലോട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഓരോ മാവിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് മാറ്റം വരും. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പോളം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തം വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. അപ്പം അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. 3 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ തിളപ്പിച്ചെടുത്തത്. അപ്പം നിങ്ങൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ചിട്ട് ഈ എണ്ണയുടെ അളവ് മാറ്റം വരുത്തുക. എണ്ണ കൂടി ഒഴിക്കുന്നത് മാവ് നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിൽ തന്നെ കുഴച്ചെടുത്താൽ മതി. അപ്പം ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് ചൂടാറുന്ന വരെ നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പം കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവിയിട്ട് കുഴച്ചെടുത്താൽ മതി. ഞാനിത് ഒരു 5 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇപ്പോൾ കുഴച്ചെടുത്തപ്പോൾ കയ്യിൽ മൊത്തം മാവായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കൈ കഴുകിയിട്ട് നന്നായിട്ട് തുടയ്ക്കാം. എന്നിട്ട് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ചെറിയ ഉരുളകളാക്കി മാറ്റാം. നമുക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും ചെറിയ ഉരുളകളാക്കി ഉണ്ടാക്കിയെടുക്കാം. സമയം കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പം ഞാനിതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ആവി കയറ്റി എടുക്കുന്നത്. പതിനഞ്ച് മിനിറ്റോളം ആവി കയറ്റി എടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പപ്പടം കുത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കുക. സാധാരണ പോലെ തന്നെ മാവൊന്നും പിടിച്ചു വരുന്നില്ലെങ്കിൽ കൊഴുക്കട്ട വെന്തു. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. 3 രുചിയിലുള്ള അമ്മിണി കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കിയ കൊഴുക്കട്ട 3ആയിട്ട് ഭാഗിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കി എടുക്കാം. ഇപ്പം എണ്ണയ്ക്ക് അളവൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എണ്ണയുടെ അളവ് മാറ്റം വരുത്താം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയ്ക്കും പ്രത്യേക അളവൊന്നുമില്ല. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇനി ഇത് ചെറുതീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് കൊഴുക്കട്ട ചേർത്ത് കൊടുക്കാം. കൊഴുക്കട്ട 3ആയിട്ട് ഭാഗിച്ചിട്ട് അതിലൊരു ഭാഗമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1/2 കപ്പ് മാവിലുള്ള കൊഴുക്കട്ടയുണ്ട്. ഇതിലോട്ട് ഉപ്പൊന്നും ചേർക്കണ്ട. നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് ആവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ ഇതിൽ ചേർക്കേണ്ട കാര്യമില്ല. ഇന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നേരത്തെ പോലെ തന്നെ കുറച്ച് എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരട്ടെ. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1/4 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുക. 1 തണ്ട് കറിവേപ്പില. ഇപ്പോൾ ഉഴുന്നുപരിപ്പ് ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ മുളക് പൊടി. ഇനി ഇതിലോട്ട് നമുക്ക് 2 നുള്ള് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി മുളക് ചേർത്തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ചതച്ച മുളക് കയ്യിലുണ്ടെങ്കിൽ അതും ചേർക്കാം. ഞാൻ ചിലപ്പോൾ ഇതിൽ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തും ചേർക്കാറുണ്ട്. അപ്പം അതും നല്ല ടേസ്റ്റാണ്. അപ്പം തീ ഓഫ് ചെയ്തൊക്കെയാണ് നമുക്ക് ഇതിലോട്ട് കൊഴുക്കട്ട ചേർത്ത് കൊടുക്കാം. കൊഴുക്കട്ടയുടെ കൂടെ തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് മധുരമുള്ള അമ്മിണി കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കുക. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടെ ഇട്ടിട്ട് വറുത്തെടുക്കാം. ഒന്നിച്ചിട്ടാൽ മതി. സെപ്പറേറ്റ് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുന്തിരി ഒന്ന് പൊങ്ങി വരുമ്പോഴേക്ക് നമുക്ക് 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയ്ക്കും പ്രത്യേക അളവൊന്നുമില്ല. ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം.
ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കരയ്ക്കും പ്രത്യേക അളവൊന്നുമില്ല, മധുരത്തിനനുസരിച്ചിട്ട് അളവിൽ വ്യത്യാസം വരുത്താം. ഞാൻ എടുത്തിരിക്കുന്ന ശർക്കര കേടൊന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഡയറക്റ്റ് തന്നെ ചേർക്കാണ്. നിങ്ങൾ എടുക്കുന്ന ശർക്കരയിൽ മണ്ണോ പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് പാനി കാച്ചിട്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം വേണ്ട, ശർക്കര ഒന്ന് അലിഞ്ഞു വന്നാൽ മാത്രം മതി. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ശർക്കര അരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് നെയ്യ് ഒന്ന് തെളിഞ്ഞു വരണം. വെള്ളം ഉള്ളപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊഴുക്കട്ട ഇതിലോട്ട് എടുത്തിടരുത്. വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കൊഴുക്കട്ട ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതും റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പൊ 3 തരത്തിലുള്ള അമ്മിണി കൊഴുക്കട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒന്ന് അധികം എരിവൊന്നും ഇല്ലാത്തത്, നല്ല സ്പൈസി ആയിട്ടുള്ളതും നല്ല മധുരം ഉള്ളതും. കുട്ടികൾക്കാണെങ്കിൽ മധുരം ഉള്ളതായിരിക്കും ഇഷ്ടം കൂടുതൽ. 3 രീതിയിൽ ഉണ്ടാക്കിയാലും ഈ അമ്മിണി കൊഴുക്കട്ട നല്ല രുചി തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കാനായിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. ബൈ.